സർക്കാരിലെ SNDP നോമിനികൾ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. രാജിവെച്ചില്ലെങ്കിൽ ഇവരെ പുറത്താക്കണമെന്നും ആലപ്പുഴ DCC പ്രസിഡന്റ് A.A. ഷുക്കൂർ ആവശ്യപ്പെട്ടു. R. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറിനെ ഉൾപ്പെടെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. മോഹൻ ശങ്കർ മാത്രമല്ല, ഒരു MP അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വയനാട് ജില്ലയിൽ പണം കൊടുത്തിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ഇതിന്റെ MP അത് കൊടുത്തത് കൊല്ലം ജില്ലയിലെ ഓഫീസ് വഴിയാണ് കൊടുത്തത്. SNDP യോഗത്തിന്റെ ആസ്ഥാനമായ കൊല്ലം ജില്ലയിലെ ഓഫീസ് വഴി 10 ജില്ലകളിൽ പണം കൊടുത്തിരിക്കുന്നു. എന്ത് തട്ടിപ്പാണ്! അതിനകത്ത് ഉത്തരവാദി മോഹൻ ശങ്കർ എന്ന് പറയുന്നയാളുണ്ട്. അതിനകത്ത് ഉത്തരവാദി അവിടുത്തെ ജില്ലാ മാനേജറുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി H. ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, മറ്റ് വിവരങ്ങൾ കൂടി. അതിനെ പ്രധാനമായിട്ടും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പ്രതികളായിട്ട് പേരിലാണ് ഇവരിപ്പോൾ ഈ ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നത്. SNDP പ്രതികളായിട്ടാണ് ഇവരിപ്പോൾ ഇതിൽ കൈയാറുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അനിൽ ചർമ്മലം, ഇദ്ദേഹം ദേവസ്വം റെക്കോർഡ് ബോർഡ് അംഗമാണ്. അതോടൊപ്പം തന്നെ മോഹൻ ശങ്കർ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. സുഭാഷ് ബാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാണ്. PV ദിനേശ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമാണ്. K. പത്മകുമാർ പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനാണ്. ഇതിനൊക്കെ ഉപരി രാജൻ ബാബു, ഇദ്ദേഹം UDFന്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനും മറ്റുമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് SNDPയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നിയമോപദേഷ്ടാവാണ്. ഇത്തരത്തിൽ ഈ പ്രമുഖരായിട്ടുള്ള ഈ 6 വ്യക്തികളെ പുറത്താക്കണമെന്നുള്ളതാണ് ആലപ്പുഴ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു മൂന്നാം മുന്നണി എന്നുള്ള പേരിൽ കോൺഗ്രസിനെയും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ഉടൻ തന്നെ രാജിവെക്കുക, അല്ലെങ്കിൽ അത്തരം സ്ഥാനമാനങ്ങളിൽ നിന്നും ഇവരെ പുറത്താക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ചെയ്യേണ്ടതെന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ നേതാക്കളെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പലരും നിരവധി അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും നേരിടുന്നു. പലരും പല കേസുകളിലും പ്രതികളാണ്. ഇത്തരത്തിൽ യാതൊരു കാരണവശാലും ഈ സ്ഥാനമാനങ്ങൾ കൈയാളാൻ യാതൊരു ആനുകൂല്യങ്ങളും പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഉടൻ തന്നെ പുറത്താക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് SNDPയുടെ ജാഥ അടുത്ത ദിവസം തന്നെ പുറപ്പാടാനിരിക്കുക. അതിന് മുൻപായിട്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് ഈ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ മോഹൻ ശങ്കർ, ഇദ്ദേഹം മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന്റെ മകൻ കൂടിയാണ്. അനിൽ തറനിലം, ഇദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. സുഭാഷ് ബാസു മാവേലിക്കര സ്വദേശിയാണ്. ഇദ്ദേഹം അബ്കാരിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് 3 പേര് മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം 8 വർഷം മുൻപുണ്ടായിരുന്നു. ഈ കേസിലെ പ്രതി കൂടിയാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ പലരും ആരോപണ വിധേയരും, അഴിമതി ആരോപണം അതുപോലെ ക്രിമിനൽ കേസിലെ പ്രതികളുമൊക്കെയാണെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് തന്നെ മുൻപോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ട് ഇത് ആലോചിച്ച് ഇതിന് തീരുമാനം അടിയന്തരമായി എടുക്കണമെന്നൊരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയതായിട്ടാണ് DCC പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. ഈ ബോർഡ് മെമ്പർ സുഭാഷ് വാസു നരേന്ദ്രമോദിയെ കാണാൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കൂടെ, വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ പോയ ഒരാളാണ്. ആ നിലയ്ക്ക് സർക്കാരിന്റെ സകല ആനുകൂല്യങ്ങളും പറ്റി സർക്കാരിനെതിരെ പരസ്യമായി നേതാക്കളെ അടക്കം പരസ്യമായി തെറി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയൊരു സവിശേഷമായ സാഹചര്യം നിൽക്കുന്നു. ഇതെല്ലാം പരിഗണിച്ചാണോ നിലവിൽ ഇത്തരമൊരു അഭിപ്രായം, പൊതുവികാരം ആലപ്പുഴ DCCയിൽ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും അരുണ്, കാരണം സുഭാഷ് ബാസു എന്ന് പറയുന്ന വ്യക്തി ഒരു അബ്കാരിയാണ്. അദ്ദേഹം വ്യാപകമായിട്ട് മധ്യ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ആരോപണം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. എക്സൈസ് വിഭാഗം തന്നെ ഇക്കാര്യം നേരിട്ട് നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം രാഷ്ട്രീയ സ്വാധീനങ്ങളും അത്തരത്തിലുള്ള സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനങ്ങളൊക്കെ തന്നെ നിലകൊള്ളുന്നത്. മാത്രമല്ല SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ബിസിനസ് പാർട്ട്ണറാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ 1-2 കോളേജുകൾ, അതായത് വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഏറ്റവും ഒടുവിലായിട്ട് മാവേലിക്കരയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. അതിൽ ഇവർക്ക്, ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കുള്ളതാണ്. ഇത്തരത്തിൽ വിവിധ ബിസിനസ് പാർട്ട്നേഴ്സാണ് ഇപ്പോൾ ഈ സുഭാഷ് ബാസു എന്ന് പറയുന്ന കക്ഷി. ഇദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് ഡൽഹിയിൽ പോവുകയും അതുപോലെ BJPയുടെ നേതാക്കളെയൊക്കെ കാണുകയൊക്കെ ചെയ്തത്. ഇത്തരത്തിൽ വളരെയധികം ഭരണകർത്താക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാനമാനങ്ങൾ കൈയാളുകയും ചെയ്യുന്ന നേതാക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പുറത്താക്കണമെന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ആലപ്പുഴ DCCയിൽ പ്രത്യേകിച്ച് A. ഷുക്കൂറുമായി വെള്ളാപ്പള്ളി നടേശൻ ഉള്ള വൈരവും പ്രശസ്തമാണ്. അതിനുമപ്പുറം പൊതുവിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന പൊതുവികാരമാണോ ഈ ആലപ്പുഴ DCCയിലൂടെ DCC പ്രസിഡന്റ് വാക്കുകളിലൂടെ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്?
തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം കൂടിയ UDF യോഗത്തിൽ വരെ ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ഇത്തരം വ്യക്തികളെ UDFന്റെ ആൾക്കാരായി വെച്ചുകൊണ്ട് അവരൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ആളുകളെ മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ട് ഈ സ്ഥാനമാനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നില്ല എന്ന ചോദ്യം. പന്തളം സുധാകരൻ അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ നിലവിൽ ചേരുന്നുണ്ട്. ശ്രീ പന്തളം സുധാകരൻ, SNDP നോമിനികൾ രാജിവെക്കണം എന്നാണ് നിലവിൽ ആലപ്പുഴ DCC പ്രസിഡന്റ് A ഷുക്കൂർ പറഞ്ഞിരിക്കുന്നത്. തികച്ചും യുക്തിസഹമായ ന്യായമായ ഒരു ആവശ്യം കൂടിയല്ലേ അത്? അല്ല, എനിക്ക് അതിന്റെ വിവരങ്ങൾ ഒരു ശരിക്കുള്ള വിവരം ഇപ്പൊ പറയുന്ന കൈരളി എന്ന് പറഞ്ഞുള്ള വിവരമേ ഉള്ളൂ. ഏത് നോമിനികളാണ്, എവിടെ ഉള്ള നോമിനികളാണെന്നൊന്നും എനിക്ക് വ്യക്തമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. അതായത് പിന്നെ സർക്കാരിലെ SNDP നോമിനികൾ രാജിവെക്കണമെന്നൊരു പൊതുവികാരമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമാണ് അദ്ദേഹം പറഞ്ഞത്. മോഹൻ ശങ്കർ ചെയർമാൻ പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, സുഭാഷ് വാസു ദേവസ്വം ബോർഡ് മെമ്പറാണ്, പത്മകുമാർ കെപ്കോയുടെ ചെയർമാനാണ്, അനിൽ തറനിലം ദേവസ്വം നിയമന അംഗമാണ്. ഇത്തരത്തിൽ 6ഓളം പേർ, ബിനീഷ് ഗുരുവായൂർ ദേവസ്വം അംഗമാണ് ബിനീഷ്. ഇങ്ങനെ നിരവധി പേരുണ്ട്. ഇവരുടെ പേരൊക്കെ എടുത്ത് പരാമർശിച്ചാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ശ്രീ ഷുക്കൂറിനെ പോലുള്ള പറഞ്ഞ അഭിപ്രായം തീർച്ചയായും എടുക്കണം. പക്ഷേ നമ്മൾ ഗവൺമെന്റിലേക്ക് ഓരോ സ്ഥാപനങ്ങളിലേക്ക് നോമിനി നൽകുന്നത് ഏതെങ്കിലും സമുദായത്തിന്റെ നോമിനി എന്നുള്ള നിലയിലല്ല, പകരം UDFന്റെ നോമിനി എന്നുള്ള നില. അപ്പൊ UDF ഗവൺമെന്റിന്റെ നോമിനിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടത് UDF ആണ്. UDFന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ ആ തലത്തിൽ ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ പുതിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ SNDPയുടെ പ്രോമിനന്റ് ലീഡേഴ്സും കൂടാണ് പലരും. അവരതിൽ തുടരണോ വേണ്ടോ എന്ന് അവരാണ് സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നത് പലപ്പോഴും ഒന്നുകിൽ പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ മുന്നണി ആലോചിച്ചുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പൊ ആ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്ത തീർച്ചയായിട്ടും കാര്യം കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരത്തിന് വ്രണപ്പെടുത്തുന്ന ഒരു തീരുമാനവും ഒരിക്കലും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം SNDP ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ശ്രീ ഷുക്കൂർ പറഞ്ഞതിന് 100% ന്യായമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ്. കാരണം ആ പോയിന്റ് തന്നെയാണ് അതിനകത്ത് കൃത്യത എന്നുള്ളത്. കാരണം ഈ പൊതുവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള എത്രയോ പ്രകോപനപരമായ ഇൻസിഡൻസ് ഈ സമകാലീന ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ചക്കകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ സുഭാഷ് വാസു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാൻ പോയ കൂട്ടത്തിൽ അംഗമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഒപ്പം. അങ്ങനെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ശ്രീ പന്തളം സുധാകരൻ, അല്ല, ഈ ശ്രീ സുഭാഷ് വാസു ഉൾപ്പെടെയുള്ളവർ മെമ്പർമാരായ സമയത്ത് അവര് UDFുമായി വളരെ അടുത്ത്, അല്ലെങ്കിൽ കോൺഗ്രസുമായി വളരെ അടുത്ത് നിന്ന ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ നോമിനികളായി വന്നത്. പിന്നെ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് എല്ലാ സമുദായങ്ങൾക്കും കഴിയുന്ന പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇവരെല്ലാം പറഞ്ഞത്, NSS പറഞ്ഞാലും SNDP പറഞ്ഞാലും ഒക്കെ നോമിനികളെ കൊടുക്കുന്നത്. പക്ഷെ ഒരു പാർട്ടിയായി അവർ മാറുമ്പോൾ തീർച്ചയായും അത് ഗവൺമെന്റിനെയും കോൺഗ്രസിനെയും അതിശക്തമായ രീതിയിൽ, വളരെ നീചമായ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർ ആലോചിക്കണം. കാരണം അവർ UDFന്റെ കൂടി ഒരു താല്പര്യത്തിൽ, UDFന്റെ കൂടി സഹായത്തോടു കൂടി നേടിയെടുത്ത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഗവൺമെന്റിനെ ആക്രമിക്കുന്നത് ഉചിതമാണോ എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായും ഒരു മാന്യതയുണ്ടെങ്കിൽ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ പന്തളം സുധാകരൻ. ഇപ്പോൾ A ഷുക്കൂർ DCC പ്രസിഡന്റ്, അദ്ദേഹം തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ A ഷുക്കൂർ, സർക്കാരിലെ SNDP നോമിനികൾ രാജിവെക്കണം എന്ന ഒരു പൊതുവികാരം കോൺഗ്രസിൽ ഉണ്ടോ? ഞാൻ ഈ പന്തളം സുധാകരൻ ഇപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടു. ശരിയാണ്, ഞങ്ങൾക്ക് മാനസികമായി വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ SNDP യോഗത്തെ വളരെ വലിയ നവോത്ഥാന പ്രസ്ഥാനമായും സാംസ്കാരിക പ്രസ്ഥാനമായും സാമൂഹിക സംഘടനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ SNDPയുടെയും NSSന്റെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പോയിട്ടുണ്ട്. ആ നിലപാട് തുടരും. പക്ഷേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ നേതൃത്വം വന്നതിന് ശേഷം SNDPയെ ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ പന്താവിലേക്ക് കൊണ്ടുപോകാനും
അതുവഴി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിലേക്ക് അദ്ദേഹം വന്നെത്തി രാഷ്ട്രീയം വേദിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവര് മാന്യത കാണിക്കണം. അവര് ഏറ്റെടുത്തിട്ടുള്ള സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോകണം. അത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. അതായത് സർക്കാരിന്റെ തുടർന്നോളൂ. അതിനകത്ത് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോ പന്തളം സുധാകരൻ തന്നെ ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ട്. അമിത്ഷായി കാണാൻ പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ തന്നെ SNDP സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറയുന്നു. ഓരോ താലൂക്ക് തന്നെ പറയുക. രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി കൂടിയിരിക്കുന്ന ആ സ്ഥാനമാനങ്ങൾ അവർ ഒഴിഞ്ഞു പോകുന്നത് മാന്യതയാണ്, അല്ലാതെ മറ്റൊരു തരത്തിലല്ലേ ഇതിനെ കാണേണ്ടത്. അപ്പൊ ആ മാന്യത പാലിക്കാൻ രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു UDFിനെതിരായ ഒരു നിലപാടെടുക്കുമ്പോൾ എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ UDFിനെതിരായ നിലപാടും LDFിന് അനുകൂലമായ നിലപാടുമാണ് എടുക്കുന്നത്. ആലപ്പുഴയിൽ എത്രയോ തവണ വ്യക്തമാണ്. പരസ്യമായി LDFിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നിന്നിട്ടുള്ളത്. ആ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ അതിന്റെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സ്ഥാനം കൂടെ ഒഴിഞ്ഞു കൊടുക്കണം. ചെയ്ത് അത് ഞങ്ങളുടെ വിനയപുരസ്സരമായ അഭ്യർത്ഥനയാണ്. ആരുമായിട്ട് ചർച്ചയില്ല. അതാണ് ഞങ്ങൾക്ക് പറയാൻ. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിലുള്ള പൊതുവികാരമാണോ അതോ ആലപ്പുഴ DCCയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു വികാരമായിട്ടാണോ ഇതിനെ കണക്കാക്കേണ്ടത്? ഏതായാലും ഞങ്ങളുടെ ജില്ലയിൽ അതൊരു പൊതുവികാരമായിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ പൊതുവികാരമാണിത്. കോൺഗ്രസിന്റെ പൊതുവികാരമാണ് എങ്കിൽ ആ പൊതുവികാരത്തെ തീരുമാനിക്കുമല്ലോ. KPCC സംബന്ധിച്ച് തീരുമാനം പറയുമല്ലോ. എന്തായാലും ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു ജനകീയ പോരാട്ടം നടക്കാൻ പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ നിലപാടുകൾ ഉറച്ച നിലപാടുകളും സത്യസന്ധമായി ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും. അങ്ങനെ പോകുന്ന കോൺഗ്രസിനെയാണ് ജനങ്ങൾക്കിഷ്ടം. അതുകൊണ്ടാണ് ജനമനസ്സുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. വളരെ നന്ദി ശ്രീ A. ഷുക്കൂർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും വളരെ കൃത്യമായ നിലപാടാണ് ഇക്കാര്യത്തിൽ A. ഷുക്കൂർ എടുത്തിരിക്കുന്നത്. ഇത് ആലപ്പുഴ DCCയുടെ പൊതുവികാരം എന്നതിനപ്പുറം കോൺഗ്രസിൽ ഇത്തരത്തിലൊരു അഭിപ്രായം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന കാര്യമാണ് വളരെ സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞത്.